ഇരട്ടയാർ ഇടിഞ്ഞമലയിൽ യുവാക്കളും പോലീസും തമ്മിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് തങ്കമണി എസ്ഐയെ മർദ്ദിച്ച സംഭവത്തിൽ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്ന് CPM. മദ്യം, മയക്കുമരുന്ന് ലോബികളെ ഇരട്ടയാറ്റിൽ കോൺഗ്രസാണ് സംരക്ഷിക്കുന്നത് എന്നും CPM കുറ്റപ്പെടുത്തി. ഇരട്ടയാർ ചെമ്പകപ്പാറ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളാണ് കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. പൊതുസ്ഥലത്ത് മദ്യപിക്കാൻ തയ്യാറെടുത്തത് ചോദ്യം ചെയ്യുകയും പോലീസ് കസ്റ്റഡിയിലെത്ത പ്രതിയെ ഇരട്ടയാർ പഞ്ചായത്ത് അംഗം റെജി ഇലിപ്പുലിക്കാട്ടിന്റെ നേതൃത്വത്തിലുള്ള സംഘം ബലമായി മോചിപ്പിക്കുകയുമായിരുന്നു. പോലീസ് പിടിച്ചെടുത്ത മദ്യക്കുപ്പിയും ഇവർ കടത്തിക്കൊണ്ടുപോയി. ശാന്തിഗ്രാമിലെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് വ്യാജമദ്യം നിർമ്മിക്കലും വിൽപ്പനയും വ്യാപകമാണ്. വിദേശ മദ്യം ചില്ലറയായി വിൽക്കുന്ന സംഘങ്ങളും പ്രവർത്തിക്കുന്നതായി പരാതിയുണ്ട്. ഇതിന് പിന്നിൽ ചില കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണെന്നും ആക്ഷേപമുണ്ട്. ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് മദ്യപ സംഘങ്ങൾ തടസ്സം സൃഷ്ടിക്കുന്നതായി നാട്ടുകാർ പരാതിപ്പെട്ടത് ോടെയാണ് പോലീസ് മേഖലയിൽ പട്രോളിംഗ് ശക്തമാക്കിയത്. ഇതിന്റെ ഭാഗമായുള്ള പരിശോധനയ്ക്കിടെയാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ പ്രതികൾ മദ്യപിക്കാൻ തയ്യാറെടുക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് ഇത് ചോദ്യം ചെയ്തപ്പോൾ കൂടുതൽ പേർ സ്ഥലത്തെത്തി എസ്ഐയെ കൈയേറ്റം ചെയ്യുകയായിരുന്നു. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ ഇരട്ടയാർ പഞ്ചായത്ത് അംഗം റെജി ഇലിപ്പുലിക്കാട്ട് പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം പോലീസിനെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത്. മുമ്പും ഇതേ പഞ്ചായത്ത് അംഗം സർക്കാർ ജീവനക്കാരെ കൈയേറ്റം ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥ മുഴുവൻ പ്രതികളെയും പോലീസ് അടിയന്തരമായി കണ്ടെത്തി അറസ്റ്റ് ചെയ്ത് മാതൃകാപരമായ നിയമ നടപടി സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടു. ഈ കഴിഞ്ഞ ഒരു 3-4 വർഷക്കാലത്ത് ഇരട്ടയാർ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇതേ സ്വഭാവത്തിലുള്ള കേസുകൾ പരിശോധിക്കുകയാണെങ്കിൽ കേസിൽ പ്രതിയാക്കപ്പെടുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം ഒരു ജനപ്രതിനിധിയും കൂടിയായിരിക്കുന്ന റെജി ഇലിപ്പുലിക്കാട്ടിന്റെ നേതൃത്വത്തിൽ അവിടെ നടന്നിട്ടുണ്ട്. ഒട്ടേറെ ഉദാഹരണങ്ങളുണ്ട്. ഇതൊന്നും ഒരു ജനപ്രതിനിധിയുടെ പ്രവർത്തനവുമായി താരതമ്യം ചെയ്യുമ്പോൾ, ബന്ധപ്പെടുമ്പോൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇരട്ടയാറിൽ CITU തൊഴിലാളികളെ മർദ്ദിച്ചതും വീട് കേന്ദ്രീകരിച്ച് വ്യാജമദ്യം തയ്യാറാക്കി വിൽപ്പന നടത്തിയതും ഇതേ ഗൂഢസംഘങ്ങളാണ്. പോലീസിനെ ഡ്യൂട്ടി ചെയ്യാൻ അനുവദിക്കാതെ കയ്യേറ്റം ചെയ്യുന്ന സമീപനം കോൺഗ്രസ് തിരുത്തണമെന്നും ജനങ്ങളുടെ സ്വൈര്യജീവിതം നിലനിർത്താൻ മദ്യപ സംഘങ്ങളെ നിയന്ത്രിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ CPIM കട്ടപ്പന ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PB ഷാജി, ജോയ് ജോർജ്, ഇരട്ടയാർ ലോക്കൽ സെക്രട്ടറി ലിജു വർഗീസ്, ചെമ്പകപ്പാറ ലോക്കൽ സെക്രട്ടറി KD രാജു എന്നിവർ പങ്കെടുത്തു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.